ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പാകത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ചിക്കൻ അധികം പൊരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് മസാലയൊക്കെ അതിലേക്ക് പിടിച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ചിക്കൻ പൊരിച്ച സെയിം ഓയിലിലേക്ക് 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് കുറച്ച് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മസാലയിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോഴേക്കും ഞാനിതവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം കൈകൊണ്ട് ഉടച്ചെടുക്കാം. ഇനി ഇത് മസാലയിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല നല്ലോണം ഡ്രൈ ആക്കി തന്നെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ എളുപ്പമാവുകയുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ആവശ്യമുണ്ട്. ഞാനിതാ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ബ്രെഡിനെ മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ഫില്ലിങ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ഇങ്ങനെ ക്യൂബ്സ് ആക്കി മാറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൈകൊണ്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് മുട്ട. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുളകളും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്യൂബ്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ക്യൂബ്സ് എല്ലാ ഭാഗത്തും ഒട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ വിചാരിക്കും ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ നല്ലോണം കുടിക്കുന്നുള്ളത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അല്ലാതെ തീ നല്ലോണം കുറച്ച് വെച്ച് പൊരിക്കുന്ന സമയത്താണ് എണ്ണ കുടിച്ചു പോകുന്നത്. അപ്പോൾ ഇത് എല്ലാ ബോൾസും നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തത് കൊണ്ട് ബ്രെഡിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ ഫുട്ബോൾ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.